എല്ലാവർക്കും വിരുദ്ധമായ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. മാർവൽ ഇൻഫിനിറ്റി സാഗ സ്റ്റോറി ടൈം ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അവസാനത്തെ ഘട്ടത്തിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർവൽ വന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ടൈം ലൈൻ എറർ കാണിച്ചു. സോ ആ എറർ ഈ ടൈം ലൈനിലാണ് വരാൻ പോകുന്നത്. സോ മറക്കാതെ വീഡിയോ അവസാനം വരേക്ക് കാണുക ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അവഞ്ചേഴ്സ് രണ്ടായിട്ട് ബ്രേക്കപ്പ് ആകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ അമേരിക്ക ഹിഡൻ അവഞ്ചേഴ്സായി മാറുന്നു. ടോണി സ്റ്റാർക്ക് ഇപ്പം ടീം സ്റ്റാർക്കുമായിട്ട് മാത്രം അവഞ്ചേഴ്സിൽ ഉണ്ട്. സോ ബാക്കി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. സോ കഥ തുടരുന്നു. 2016 നമ്മുടെ കിങ് ടിച്ചാല വന്നിട്ട് ബ്ലാക്ക് പാന്തർ, അതായത് കിങ് ഓഫ് വക്കാൻഡായി മാറുന്നു. നേരത്തെ കിങ് ടിച്ചാക്ക വന്നിട്ട് ആ UN മീറ്റിൽ മരിച്ചു. സോ അതുകൊണ്ട് തന്നെ ആ മാൻറ്റിൽ ഇപ്പം കിങ് ടിച്ചാലയ്ക്ക് പോകുന്നു, കൈമാറുന്നു. സോ ഇപ്പം കിങ് ടിച്ചാല വന്നിട്ട് കിങ് ഓഫ് ദി വക്കാൻഡായി മാറുന്നു. ഈ സമയത്താണ് കിൽ മോഗർ അവിടെ എത്തുന്നത്. സോ കിൽ മോഗർ പറയുന്നു, എനിക്കും ഈ സിംഹാസനത്തിൽ ഒരേ അവകാശം തന്നെയാണ് ഉള്ളത്. സോ ഞാനും ഇപ്പോൾ ചാലഞ്ച് ചെയ്യുവാണെന്ന്. സോ നമ്മുടെ കിങ് ടിച്ചാലയും ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. അവസാനം ചാലഞ്ച് നടക്കുമ്പോൾ കിൽ മോഗറാണ് ജയിക്കുന്നത്. സോ അതിനുശേഷം കിൽ മോഗർ വന്നിട്ട് ഇപ്പോൾ വക്കാൻഡയുടെ ത്രോണിലാണ് ഇരിക്കുന്നത്. സോ ഇരുന്നതിന് ശേഷം തന്നെ വക്കാൻഡയിലുള്ള വൈബ്രേനിയം വെപ്പൺസൊക്കെ വെളിയിൽ ബ്ലാക്ക് മാർക്കറ്റിന് വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഒരു ഇല്ലീഗലായിട്ട് എന്ന് പറയാം. സോ ഇല്ലീഗലായിട്ട് ബ്ലാക്ക് മാർക്കറ്റിലേക്ക് വെളിയിലേക്ക് വിൽക്കാനായിട്ട് തുടങ്ങുന്നു. സോ ഈ സമയത്ത് നമ്മുടെ കിങ് ടിച്ചാല മരിച്ചെന്ന് വിചാരിച്ചാലും നമ്മുടെ ജബാരി ട്രൈബ് വന്നിട്ട് ആ ചാലഞ്ചിനിടയ്ക്ക് മരിച്ചെന്ന് വിചാരിച്ചാലും നമ്മുടെ ജബാരി ട്രൈബ് വന്നിട്ട് കിങ് ടിച്ചാലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ഷേപ്പ്ഡ് ഹെർബ് ഉപയോഗിച്ച് ടിച്ചാലെ വീണ്ടും കൊണ്ടുവരുന്നു. സോ ടിച്ചാല വന്നതിന് ശേഷം കിൽമോഗറിൻ്റെ അടുത്ത് പറയുന്നു, ചാലഞ്ച് ഇതുവരെയും തീർന്നിട്ടില്ലല്ലോ, ഞാൻ മരിച്ചിട്ടില്ല, സോ ഞാനും അത് തോറ്റു കൊടുത്തിട്ടുമില്ല, സോ ചാലഞ്ച് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിൽമോഗറിനിട്ട് അടിക്കുന്നു. സോ കിൽമോഗറിനെ ഡിഫീറ്റും ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് പാന്തറിന് തോന്നുന്നു അത് കിൽമോഗർ പറഞ്ഞത് ശരിയല്ലേ, നമ്മുടെ റിസോഴ്സസ് വേൾഡുമായിട്ട് ഷെയർ ചെയ്താൽ വേൾഡിന് മുന്നിൽ വക്കാൻഡയ്ക്ക് വീണ്ടും റൈസ് ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസോഴ്സസ് നല്ല കാര്യത്തിനായിട്ട് വേൾഡുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ തീരുമാനിക്കുന്നു. ഇത് നടക്കുന്ന സെയിം സമയത്ത് തന്നെയാണ് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങും സംഭവിക്കുന്നത്. അതായത് 2016 സ്പൈഡർമാൻ ഹോം കമ്മിങ് സംഭവിക്കുന്നത്. പക്ഷേ എന്നാൽ ഇവിടെയാണ് മാർവൽ ടൈം ലൈൻ എറർ കാണിച്ചത്. അതായത് 8 വർഷം കഴിഞ്ഞിട്ടാണ് സ്പൈഡർമാൻ ഹോം കമ്മിങ് സംഭവിക്കുന്നതാണ് പറഞ്ഞത്. ഇത് അവഞ്ചേഴ്സ് 1 ശേഷം 8 വർഷം കഴിഞ്ഞിട്ടാണ് സ്പൈഡർമാൻ ഹോം കമ്മിങ് നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ കാണിച്ചത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് മാർവൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 years ലേറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സിനിമയിൽ കാണിച്ചതെന്ന് വെച്ചാൽ 8 years ലേറ്ററാണ് സംഭവിക്കുന്നത്. അതായത് 2020 സംഭവിക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി വാർ 2022 സംഭവിക്കുന്നത്. സോ അവിടെ എന്തെങ്കിലും ടൈം ലൈൻ എറർ വരും. പക്ഷേ ഇൻഫിനിറ്റി വാർ സംഭവിക്കുന്നത് 2018. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഫ്രണ്ട്സ്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് സ്പൈഡർമാൻ ഹോം കമ്മിങ് 8 years ലേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ 4 years ലേറ്ററാണ്. അത് മാർവൽ തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേമും ചെയ്തു. പീറ്റർ പാർക്കർ സ്റ്റാർ സ്പൈഡി സൂട്ട് ഇട്ടിട്ട് ഈ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്താണ് വാൾച്ചർ വന്നിട്ട് ഏലിയൻ്റെ പാർട്സൊക്കെ വെച്ചിട്ട് വെപ്പൺസ് ഉണ്ടാക്കി ഇല്ലീഗലായിട്ടും ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത്. സോ എന്തായാലും ഈ ഒരു ചീത്ത കാര്യം കണ്ടാൽ ഉറപ്പായിട്ട് സൂപ്പർ ഹീറോസിനൊന്നും ഇഷ്ടപ്പെടത്തില്ല. സോ സ്പൈഡർമാൻ വന്നിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അപ്പോഴാണ് അറിയുന്നത് ഇത് വന്നിട്ട് എൻ്റെ ലവറിൻ്റെ അച്ഛനാണെന്ന്. സോറി, എൻ്റെ അല്ല, സ്പൈഡർമാൻ്റെ ലവറിൻ്റെ അച്ഛനാണെന്ന് അറിയുന്നത്. സ്പൈഡർമാൻ വാൾച്ചറുമായിട്ട് അടികൂടുന്ന സമയത്ത് ഒരുപാട് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് ആപത്താവുന്ന നിലയിലൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ടോണി സ്റ്റാർക്ക് വന്നിട്ട് തിരിച്ച് ആ സ്പൈഡർമാൻ്റെ സൂട്ട് വന്നിട്ട്, അതായത് ടോണി സ്റ്റാർക്ക് കൊടുത്ത ആ സ്പൈഡർമാൻ്റെ സൂട്ട് വന്നിട്ട് തിരിച്ച് മേടിച്ചിട്ട് പോകുന്നു. ഈ സൂട്ട് കാരണം ഇനി ഒരുപാട് പേർക്ക് ആപത്താവുന്നു, ഇനി അനാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ സ്പൈഡർമാനും മനസ്സ് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാൾച്ചറിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോം മെയ്ഡ് സൂട്ട് ധരിച്ച് വാൾച്ചറിനെ ഡിഫീറ്റും ചെയ്യുന്നു. സോ വാൾച്ചറിനെ ഡിഫീറ്റ് ചെയ്ത കാര്യം ടോണി സ്റ്റാർക്കിന് അറിഞ്ഞ് ടോണി സ്റ്റാർക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഒരു അവഞ്ചർ ഒരു മെമ്പറാക്കി മാറ്റാനായിട്ട് അയൺ സ്പൈഡി സൂട്ട് വന്നിട്ട് നമ്മുടെ സ്പൈഡർമാന് കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ എന്നാലും പീറ്റർ പാർക്കർ പറയുന്നു, ഞാൻ അവഞ്ചർ ആകുന്നില്ല, ജസ്റ്റ് ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാനായിട്ട് തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. സോ അപ്പോഴും ടോണി സ്റ്റാർക്കിന് കുറച്ചും കൂടി ഇംപ്രസ് കൂടി തന്നെ പറയാം. കുറച്ച് പ്രൗഡ്ഫുൾ മൂവ്മെൻ്റ് എന്ന് പറയാം ടോണി സ്റ്റാർക്കിന്. സോ അതിനുശേഷം ടോണി സ്റ്റാർക്ക് വന്നിട്ട് തിരിച്ച് മേടിച്ച സൂട്ട് തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. സോ അതും ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പീറ്റർ പാർക്കർ സ്റ്റൈലായിട്ട് നിൽക്കുന്ന സമയത്താണ് പുറകിൽ നിന്ന് ആൻമേ കണ്ടിട്ട് സ്പൈഡർമാൻ പീറ്റർ പാർക്കറാണെന്ന് അറിയുന്നു. സോ അതിനുശേഷമാണ് 2017 തോർ റാഗ്നർക്ക് സംഭവിക്കുന്നു. സോ ഏജ് ഓഫ് അൾട്രോൺ വന്നിട്ട് തോർ വന്നിട്ട് ബാക്കി 5 ഇൻഫിനിറ്റി സ്റ്റോൺസിന് തപ്പാൻ പോവുകയാണെന്ന് പോയ തോറിന് ഒരു കാര്യം മനസ്സിലാവുന്നു, അസ്ഗാർഡിൽ റാഗ്നർക്ക് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ സത്തറിനെ പോയി മീറ്റ് ചെയ്യുന്നു. സത്തറിനെ ഡിഫീറ്റും ചെയ്യുന്നു. സത്തറിൻ്റെ ക്രൗണും എടുത്തിട്ട് അസ്ഗാർഡിലേക്ക് പോകുന്നു. അസ്ഗാർഡിലേക്ക് പോയ തോറിന് മനസ്സിലാവുന്നു ഓഡിനായിട്ട് വേഷമായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ലോക്കിയാണെന്ന്. സോ ലോക്കി കൊണ്ടിട്ട് എർത്തിലേക്ക് പോയി ഓഡിനെ അന്വേഷിക്കാനായിട്ട് പോകുന്നു. സോ ഓഡിനെ കാണുന്നു. ഓഡിൻ ഒരുപാട് കാര്യങ്ങൾ തോറിനടുത്ത് സംസാരിക്കുന്നു. സോ അതിനുശേഷം ഓഡിൻ സ്വർഗത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് ഹെല്ല വന്നിട്ട് ഹെല്ലിൽ നിന്ന് തിരിച്ച് വരുന്നു.
വന്നതിന് ശേഷം നമ്മുടെ തോറിൻ്റെ ഹാർമറിനെ പൊട്ടിക്കുന്നു, നശിപ്പിക്കുന്നു. സോ അതിനുശേഷം വന്നിട്ട് ആ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോർ വന്നിട്ട് നേരെ സക്കാറിലേക്ക് ചെന്ന് വീഴുന്നു. സോ സക്കാറിൽ തോർ വന്നിട്ട് റിവെഞ്ചസ് ടീമിനെ ഫോം ചെയ്തിട്ട് ഹെല്ലയെ എതിർക്കാനായിട്ട് പോകുന്നു. സോ അവിടെ പോയിട്ട് ഹെല്ലയെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മുടെ തോറിന് ഒരു കാര്യം മനസ്സിലാകുന്നു, റാഗ്നർക്ക് എന്തെങ്കിലും സംഭവിച്ചേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സത്താറിൻ്റെ ക്രോൺ വന്നിട്ട് നേരെ ഇൻറ്റേർണൽ ഫയർ കൊണ്ടിട്ടിട്ട് അത് സത്താർ വന്നിട്ട് ജീവനോടെ അങ്ങ് വലിയതായി മാറുന്നു. സോ നമ്മുടെ അസ്ഗാർഡിനെ ഇല്ലാതെ ആക്കുന്നു. സോ അസ്ഗാർഡിൻ്റെ റാഗ്നർക്ക് അവിടെ തന്നെ സംഭവിച്ച് കഴിഞ്ഞു. സോ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ലോക്കിക്ക് ആ ടെസ്റാറ്റ് കാണുമ്പോൾ തന്നെ എപ്പോഴും ഒരു കൊച്ചു പയ്യൻ ഒരു മുട്ടായി കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ കൊതിച്ച് നിൽക്കുന്ന പോലെ ടെസ്റാറ്റ് കാണുമ്പോൾ എപ്പോഴും ലോക്കി അതങ്ങ് എടുത്തിട്ട് അങ്ങ് വരും. സോ അതങ്ങ് എടുത്തിട്ട് വരുന്ന സമയത്താണ് താനോസിൻ്റെ ഷിപ്പ് അങ്ങ് നിൽക്കുന്നത് എതിർത്ത്. സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വന്ന് നിൽക്കുമ്പം താനോസിൻ്റെ ഷിപ്പ് വന്ന് നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അസ്ഗാർഡ് പീപ്പിൾസിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് നേരെ എർത്തിലേക്ക് കൊണ്ടുപോയി സേഫായിട്ട് ആക്കാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് വലിയൊരു ആപത്ത്, അവർ നേരിട്ടതിനെക്കാട്ടിലും വലിയൊരു ആപത്ത് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സോ അത് വലിയൊരു ഷോട്ട് തന്നെയായിരുന്നു ഫ്രണ്ട്സ്. സോ കറക്റ്റ് 2017 കഴിഞ്ഞ് 2018 തുടങ്ങുമ്പോൾ തന്നെ ഇൻഫിനിറ്റി വാറും തുടങ്ങുന്നു. നമ്മുടെ താനോസ് വന്നിട്ട് സാൻഡറിനെ ഇല്ലാതാക്കിയിട്ട് അവിടെ നിന്ന് ഓർബ് എടുത്തിട്ട് വന്നതിന് ശേഷം അന്നേരം അസ്ഗാർഡ് പീപ്പിളിനെ അടിക്കുന്നു. സോ അവിടെ നിന്ന് ഹാഫ് ഓഫ് ദ പീപ്പിളിനെ ഇല്ലാതാക്കിയിട്ട് ബാക്കി ഹാഫ് ഓഫ് ദ പീപ്പിളിനെ രക്ഷിക്കുന്നു. സോ ഇവിടെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ബാക്കി ഹാഫ് ഓഫ് ദ പീപ്പിൾ വന്നിട്ട് എർത്തിലേക്ക് എത്തിയെന്ന്. ഒരു എസ്കേപ്പ് പോഡ്സ് വരെയാണ് ഫ്രണ്ട്സ് എത്തിയത്, നമ്മുടെ വാൾക്കിയർ ഉൾപ്പെടുത്തി എസ്കേപ്പ് പോഡ്സ് വരെയാണ് അവരെ എർത്തിലോട്ട് അയക്കുന്നത്. സോ ബാക്കി പകുതി വരെയും അങ്ങ് ഇല്ലാതാക്കിയതിന് ശേഷം അവിടെ നിന്ന് ടെസ്സറായിട്ട് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലോക്കിയും കൊല്ലുന്നു. സോ അതിനുശേഷമാണ് ആൻഡ്മാൻ ആൻഡ് വാസ്പ് സംഭവിക്കുന്നത്. ഇതിൻ്റെ അതേ സമയത്താണ് ആൻഡ്മാൻ ആൻഡ് വാസ്പും സംഭവിക്കുന്നത്. സോ ആൻഡ്മാൻ ആൻഡ് വാസ്പിൽ നമ്മുടെ ഹാങ്പിങ് വന്നിട്ട് ഒരു സംഭവം കണ്ടിരിക്കുന്നു, ക്വാണ്ടം ടണൽ എക്സ്പെരിമെൻറ്റിൽ ജയിക്കുന്നു ജാനറ്റിനെ കണ്ടുപിടിക്കാനായിട്ട്. സോ ജാനറ്റിനെ എങ്ങനെയും കണ്ടുപിടിക്കാൻ ഉള്ള പരിശ്രമത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ഗോസ്റ്റും വരുന്നു. ആ ഗോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അവരോടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവസാനം ഗോസ്റ്റ് നല്ലവനായി മാറുന്നു. അതിനുശേഷം ആൻഡ്മാൻ ആൻഡ് വാസ്പ് കഴിഞ്ഞു, അതിന് ജാനറ്റിനെയും കണ്ടുപിടിച്ച് ക്വാണ്ടം ടണലിൽ നിന്ന് കൊണ്ടുവന്നു. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ താനോസ് വന്നിട്ട് റിയാലിറ്റി സ്റ്റോൺസ് എടുക്കുന്നു, കളക്ടറിന് എടുക്കുന്നു, റിയാലിറ്റി സ്റ്റോൺസ് എടുക്കുന്നു, സോൾ സ്റ്റോൺ എടുക്കുന്നു, ഗമോറെ സാക്രിഫൈസ് ചെയ്ത് സോൾ സ്റ്റോൺ എടുക്കുന്നു, വിഷൻ്റെ മൈൻഡ് സ്റ്റോൺ എടുക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് വന്നിട്ട് ഒരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ട് ടൈം സ്റ്റോൺ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ താനോസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. സോ അങ്ങനെ സ്റ്റോൺസ് എല്ലാം നമ്മുടെ താനോസ് കളക്ട് ചെയ്തതിന് ശേഷം സ്നാപ്പ് ചെയ്യുന്നു, ഹാഫ് ദ യൂണിവേഴ്സ് തന്നെ അങ്ങ് ഇല്ലാതെ ആകുന്നു. സോ അതിനുശേഷം ആ സമയത്ത് സ്കോഡ് വന്നിട്ട് ക്വാണ്ടം ടണലിലേക്കുള്ള എനർജി എടുക്കാനായിട്ട് ക്വാണ്ടം ടണലിലേക്ക് കയറുന്നു. സോ വെളിയിൽ നമ്മുടെ ഹാങ് പിമും ജാനറ്റും എല്ലാവരും തന്നെ ഉണ്ട് നമ്മുടെ സ്കോഡിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. പക്ഷേ താനോസ് സ്നാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാങ് പിം, ജാനറ്റ് എല്ലാവരും പിന്നെ വാസ്പ് ഉൾപ്പെടെ 3 പേരും തന്നെ അങ്ങ് ഡസ്റ്റായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ആൻഡ്മാൻ വന്നിട്ട് ഇപ്പം ക്വാണ്ടം ടണലിലാണ് കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ അവഞ്ചേഴ്സ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങ് നിൽക്കുവാണ്. നമ്മുടെ താനോസ് വന്നിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി ഗാർഡനിലേക്ക് പോകുന്നു, ടൈറ്റനിലേക്ക് പോകുന്നു. അവിടെ പോയി സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സമാധാനമായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് കൂളായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് വില്ലൻ തന്നെ താനോസ്, ഒരു രക്ഷയില്ല. കറക്റ്റ് 23 ദിവസം കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ മാർവൽ വന്നിട്ട് അയൺമാനെ സ്പേസിൽ നിന്ന് രക്ഷിക്കുന്നു. അതിനുശേഷം അവഞ്ചേഴ്സ് താനോസിനെ കാണാനായിട്ട് ടൈറ്റനിലേക്ക് പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് താനോസ് വന്നിട്ട് എല്ലാ സ്റ്റോൺസും തന്നെ ഒരു ആറ്റം ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. സോ ഇനി ആ സ്റ്റോൺസ് കിട്ടത്തില്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പിന്നെ തോർ അവസാനം ഇനി ഒന്നും വഴിയില്ല, എന്തായാലും താനോസിനെ കൊന്നേക്കാന്ന് പറഞ്ഞിട്ട് തല അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഐ ജസ്റ്റ് വെൻ ഫോർ ദ ഹെഡ് എന്ന് പറയുന്നു. സോ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ആൻഡ്മാൻ ക്വാണ്ടം ടണലിൽ നിന്ന് വീഴുന്നു. സോ വന്നതിന് ശേഷം ടൈം മെഷീൻ, അതായത് ടൈം ഹൈസ്റ്റിനെ കുറിച്ച് നമ്മുടെ അവഞ്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ ഹൾക്കും ടോണി സ്റ്റാർക്കും വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് ടൈം മെഷീൻ, അതായത് ക്വാണ്ടം ടണൽ വഴി ടൈം മെഷീൻ സാധ്യതയാക്കുന്നു. സോ പ്രോസസ് ഹെൽപ്ഫുൾ ആക്കുന്നു. സോ അങ്ങനെ ടൈം മെഷീൻ ചെയ്ത് പാസ്റ്റിലേക്ക് പോയിട്ട് നമ്മുടെ 2012 പോയിട്ട് ടെസ്റാറ്റ് എടുക്കുന്നതും, പിന്നെ അസ്ഗാർഡിൽ പോയിട്ട് 2014 അസ്ഗാർഡിൽ പോയിട്ട് റിയാലിറ്റി സ്റ്റോൺസ് എടുക്കുന്നതും, തോർ വന്നിട്ട് ഹാർമർ എടുക്കുന്നതും, സോ അങ്ങനെ ഓരോ കാര്യം എടുക്കുന്നത്. നമ്മുടെ സോൾ സ്റ്റോൺ വന്നിട്ട് നമ്മുടെ ഹോക്കി വന്നിട്ട് നത്താഷയെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ അങ്ങനെ ടൈം സ്റ്റോണും എടുക്കുന്നു. ടൈം സ്റ്റോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഹൾക്കിൻ്റെ അടുത്ത് ഏഷ്യൻ വണ്ണം പറയും, നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്റ്റോൺസ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയാൽ നിങ്ങളുടെ ടൈം ലൈൻ ബാധിക്കും, വേറൊരു ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യും. സോ അപ്പോൾ ഹൾക്ക് പറയുന്നു, ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ എടുത്ത സ്റ്റോൺ തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഒരു ആപത്തുമില്ല, എല്ലാം അതേപോലെ തന്നെ നടക്കുമെന്ന് പറയുന്നു. സോ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഏഷ്യൻ വൺ എന്താണോ പറഞ്ഞത് അത് തന്നെ അവിടെ സംഭവിക്കുന്നു. അത് നമ്മുടെ ലോക്ക് വന്നിട്ട് ടെസ്സറായിട്ട് എടുത്തിട്ട് എസ്കേപ്പ് ആവുന്നു, വേറൊരു ടൈം ലൈൻ ക്രിയേറ്റും ചെയ്യുന്നു. ഫ്യൂച്ചർ എന്ന് നെബുല പാസ്റ്റിലേക്ക് വന്ന കാര്യം താനോസിന് അറിയുന്നു. സോ ആ നെബുല വെച്ചിട്ട് തന്നെ പിം പാർട്ടിക്കൽ താനോസ് കളക്ട് ചെയ്തിട്ട് ഫ്യൂച്ചറിലോട്ട് വരുന്നു. എന്നിട്ട് എല്ലാ സ്റ്റോൺസും കളക്ട് ചെയ്ത ഹൾക്ക് വന്നിട്ട് അവഞ്ചേഴ്സ് വന്നിട്ട് ഫ്യൂച്ചറിലോട്ട് വന്നിട്ട് ഹൾക്കിനെ കൊണ്ട് സ്നാപ്പ് ചെയ്യിപ്പിക്കുന്നു. സോ അങ്ങനെ എല്ലാം ഡസ്റ്റായി പോയ എല്ലാവരും തന്നെ തിരിച്ചു വരുന്നു.
സോ താനോസും അവിടെ തന്നെ ഉണ്ട്. പാസ്റ്റിലൊരു താനോസുമായിട്ട് ഒരു വലിയൊരു ഫൈറ്റിനെ നടക്കുന്നു. സോ എല്ലാം സൂപ്പർ ഹീറോസും വന്ന് നിൽക്കുന്നു. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സ് അസംബിൾ പറയുന്നു, താനോസിനെ ഡിഫീറ്റ് ചെയ്യുന്നു. നമ്മുടെ അയൺമാൻ സ്നാപ്പ് ചെയ്യുന്നു. സോ താനോസിലെ ആൾക്കാരെല്ലാവരും ഡസ്റ്റായി പോകുന്നു. അവിടെ അയൺമാൻ മരിക്കുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ച് എല്ലാ സ്റ്റോൺസും റിട്ടേൺ ചെയ്യാനായിട്ട് പോകുന്നു പാസ്റ്റിലേക്ക്. എന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്ക എന്നിട്ട് നഷ്ടപ്പെട്ട ജീവിതം അവിടെ ജീവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. സോ ഇങ്ങോട്ട് വരുമ്പോൾ വയസ്സായിട്ട് വരുന്നു. പിന്നീട് ഷീൽഡ് എടുത്ത് സാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ ഇവിടെ കൈമാറിയിട്ടുണ്ട് നമ്മുടെ ഫാൾക്കൺ, അതായത് സാമിൻ്റെ കയ്യിൽ. സോ ഇനി എന്താ നടക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. നമ്മുടെ പുതിയൊരു ക്യാപ്റ്റൻ അമേരിക്ക ഞാൻ പറയത്തില്ല ഒരിക്കലും. ക്യാപ്റ്റൻ അമേരിക്ക ഈസ് വൺ ആൻഡ് ഓൺലി സാം വിത്ത് ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് എന്ന് ഞാൻ പറയൂ. 2023 സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം സംഭവിക്കുന്നു. സോ സ്പൈഡർമാൻ ഭയങ്കര സങ്കടം ടോണി സ്റ്റാർക്ക് മരിച്ചതിന് ശേഷം. സോ നിക് ഫ്യൂറി വന്നിട്ട് ഈഡിത് ഗ്ലാസ് എടുത്ത് നമ്മുടെ സ്പൈഡർമാൻ്റെ കയ്യിൽ കൊടുക്കുന്നു, ടോണി സ്റ്റാർക്ക് തരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. സോ ഈഡിത് ഗ്ലാസ് സ്പൈഡർമാൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്നു. അതിനുശേഷം മിസ്റ്റീരിയോ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ചെയ്യിപ്പിക്കുന്നു. സോ മിസ്റ്റീരിയോ ഒരു കാര്യം പറയുന്നു, എൻ്റെ ലോകത്ത് 5 എലമെൻറ്റ്സ് ഉണ്ട്. സോ ഈ 5 എലമെൻറ്റ്സ് എൻ്റെ ലോകത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. സോ 5 എലമെൻറ്റ്സ് ഇപ്പോൾ എർത്തിലേക്ക് വന്നിരിക്കുന്നതാണ്. സോ നിക് ഫ്യൂറി സ്പൈഡർമാൻ്റെ സഹായം നേടുന്നു 5 എലമെൻറ്റ്സ് ഡിഫീറ്റ് ചെയ്യാനായിട്ട്. സോ 5 എലമെൻറ്റ്സിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം സ്പൈഡർമാൻ ഒരു കാര്യം മനസ്സിലാവുന്നു, ഇതെല്ലാം മിസ്റ്റീരിയോയുടെ കളിയാണെന്ന്. സോ മിസ്റ്റീരിയോ ഒരു സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നു, ഈ ഭൂമിക്കകത്ത് നിന്ന് വന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം മിസ്റ്റീരിയോ ഡിഫീറ്റ് ചെയ്യുന്നു. പിന്നെ ഈഡിത് ഗ്ലാസ് വഴി മിസ്റ്റീരിയോ മരിച്ചെന്ന് കൺഫേം ചെയ്യുന്നു. ഇതുവരെയും കൺഫേം ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി അപ്കമിംഗ് ന്യൂസിൽ ചിലപ്പോൾ മിസ്റ്റീരിയോ റിട്ടേൺ ആകാൻ ചാൻസസ് ഉണ്ട്. സോ അതിനുശേഷം സ്പൈഡർമാൻ വെളിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്താണ് മിസ്റ്റീരിയോ നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞ് ഡെയിലി ബംഗിൾ ആ ന്യൂസ് പുറത്തേക്ക് വിടുന്നു. സോ സ്പൈഡർമാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ലോകം മൊത്തം ഇപ്പോൾ സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്ന് അറിയാം. സോ അതിനുശേഷം ഇവിടെ നിക് ഫ്യൂറി ആയിട്ട് ഇരിക്കുന്നത് സ്ക്രൾസ് ആണെന്ന് കാണിക്കുന്നു. സോ നിക് ഫ്യൂറി എന്നിട്ട് മോളസ് ഓട് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മുടെ MCU ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന നിക് ഫ്യൂറി മുഴുവനും സ്ക്രൾസ് ആയിരിക്കാനാണ് ചാൻസ് എന്ന്. സോ എനിക്ക് തോന്നുന്നു വിന്റർ സോൾജർ യൂറോപ്പിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോത്തില്ല നിക് ഫ്യൂറി. സോ അതുവരെ ഉള്ളൂ ഒറിജിനൽ നിക് ഫ്യൂറി, ബാക്കിയുള്ള നിക് ഫ്യൂറിയൊക്കെ സ്ക്രൾസ് ആയിരിക്കാം എന്നാണ് ചാൻസ്. പക്ഷേ എന്തായാലും അപ്കമിംഗ് മൂവീസിൽ എങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ ഇൻഫിനിറ്റി സാഗ അവസാനിക്കുന്നു. സോ ഒരു 23 സിനിമ അടങ്ങുന്ന ഒരു ഇൻഫിനിറ്റി സാഗയുടെ ടൈം ലൈൻ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടാണ് തരമാകാതെ കമൻറ്റ് സെക്ഷനിൽ പറയുക ഫ്രണ്ട്സ്. ഉറപ്പായിട്ടും ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ മാർവൽ ഇനി എങ്ങനെയാണ് കിക്ക് ഓഫ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് ഫേസ് 4 ബ്ലാക്ക് വിഡോ മൂവി വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ വേറെ നിക് ഫ്യൂറി സ്വോർഡിലാണ് ഉള്ളത്. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. തുടർന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നമ്മുടെ മാർവൽ ഫാൻസ് ആരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തിട്ട് അവർ കൂടി അറിയട്ടെ മാർവലിൻ്റെ ടൈം ലൈൻ എന്തൊക്കെയാണെന്ന്. ഞാനതിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് സെക്ഷനിൽ പറയുക ഫ്രണ്ട്സ്. ബാക്കിയുള്ളവരായിട്ട് ഇത്ര നേരം കണ്ടു കേട്ട് സഹിച്ചതിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.